ആ വാച എമോഷണലി കറക്റ്റ് അല്ല. You should say just man. ഏതോ ഇറങ്ങി പോടാ. അയ്യടി മനമേ, ഇത് തിരിക്കണേ. കൂടെ ചെറുക്ക 10 വർഷം കൂടെ നീ നിന്റെ അമ്മയുടെ പടത്തെ അമ്മിഞ്ഞ കുടിക്കണം. നീ വിളിച്ചില്ലേ നെടുങ്കണ്ടം കുഞ്ഞച്ചനെന്ന്? അതേടോ, അതാകുന്നതിന് മുമ്പ് കാട്ടുമൃഗങ്ങളുടെ ചോര വീണ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ മണ്ണിൽ ഈറെഴുതി. ഇത്ര ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. ഇപ്പൊ അടിക്കണോ? വാ, ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ്. പറ. എന്റെ കണ്ണുകൾ, എന്റെ കണ്ണുകൾ, എന്നെ ശിക്ഷിക്കരുത്. എന്റെ കണ്ണുകൾ ഇരുട്ടുകയായിരുന്നു. മന്ത്രി കസേരയിൽ ഇരുന്നോണ്ട് ചെയ്ത് നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല. ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ രണ്ടുപേരും. ലോകത്തിൽ ഒരു ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് ഇത്ര ആഴത്തിൽ പരസ്പരം അറിഞ്ഞു കാണില്ല. സത്യം, സത്യം. ഇനി പൊയ്ക്കോ, തെക്കിനിയിലോ കുക്കിനിയിലോ കഥകളി കാണാനോ അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എനിക്ക് ചില്ലറ ജോലി ഇവിടെ ഉണ്ട്. കൊല്ലാൻ വന്നപ്പോഴും ഒഴിഞ്ഞു മാറി, ഓടി മാറി, വിട്ടില്ല. പിന്നെ വന്ന പറ, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വയ്യ, എനിക്കിത് ജീവിച്ചേ പറ്റൂ. ഹാർട്ടിന്റെ ഈ മർമ്മരം ഇതുവരെ കേട്ടിട്ടേ ഇല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതും വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യ പുസ്തകമായ അഷ്ടാംഗ ഹൃദയത്തിൽ വരെ ഈ മർമ്മറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയില്ല? ആദ്യമായി ആദം ഹൗവയെ കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ മർമർ, മർമർ ഓഫ് ലവ്. അറിയില്ല? രണ്ടിനെയും കൊന്നു കുഴിച്ചു മൂടാനാ ഞാനിവിടെ കൊണ്ടുവന്ന്. പക്ഷെ അതിനു മുമ്പ് എല്ലാം ഏറ്റു പറഞ്ഞ് നിങ്ങൾ കീഴടങ്ങി. ഇനി എന്തിനാ? പോ, പോ. എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് എങ്ങോട്ടാന്ന് വെച്ചാ പോയി രക്ഷപ്പെട്ടോ. അല്ലേ ഞാനിനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. പോ, പോ. ചാകാൻ ആർക്കും പറ്റും, ജീവിച്ചു കാണിക്കാനാ. 4 വയസ്സുകാരിയായ അയാളുടെ മകളുടെ അച്ചുപോയ കുഞ്ഞിക്കൈ എന്റെ ദേഹത്താണ് വന്ന് വീണത്. ആ കൈവിരലുകൾ അപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു, എന്തോ തിരയുന്ന പോലെ. എന്ത് നേടി, ഏത് ലക്ഷ്യത്തിലെത്തി? ബ്രിജേഷ് മല്ലയ്ക്ക് പകരം മറ്റൊരാൾ ആ സ്ഥാനത്ത് വന്നു. വ്യവസ്ഥിതി മാറിയില്ല, വ്യക്തികൾ മാത്രം മാറി. ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ മഹത്തായ മാറ്റം മാത്രം കൊതിക്കുന്ന വികാരജീവികളായ വിപ്ലവകാരികളുടെ മനോരോഗത്തിന്റെ സൃഷ്ടികൾ മാത്രമാണെന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നു. മോള് കാളിയന്റെ കഥ കേട്ടിട്ടില്ലേ? ഒരു തല വെട്ടിയാൽ വേറെ തല. പീഡിപ്പിക്കാൻ പറ്റിയ ആരെയും കാണാതെ കാളിയം പാഞ്ഞു നടക്കുമ്പോ നമ്മൾ ഒളിച്ചിരുന്ന് ചിരിക്കും ഇല്ലേ? അവൾ സ്നേഹിച്ചതും കാമിച്ചതും എന്നെയല്ല, എന്റെ വേഷത്തെ മാത്രമാണ് രാമ. ഞാൻ മനുഷ്യനല്ല, ഞാൻ വെറും വേഷമാണ്, വെറും വേഷം മാത്രമാണ്. ഇതാ എന്റെ തല മുറിച്ചു തന്നിരിക്കുന്നു. ഇന്നു മുതൽ എനിക്ക് സ്വാത്വിക ഭാവം വേണ്ട. കുഞ്ഞിക്കുട്ടിന്റെ രൗദ്രഭാവം മതി, രൗദ്രഭാവം മാത്രം മതി.